ഹലോ ഗൈസ്, സുഗമോ ദേവി ഭയങ്കര ഞെട്ടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ബലരാമന്റെ മരണ വാർത്ത അറിഞ്ഞതിന് അപ്പുറം തന്നെ നമ്മുടെ പ്രഭാവതിയുടെ അടുത്ത് വന്നും നമ്മുടെ ദേവിയുടെ അടുത്ത് വന്നും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ വീട്ടുകാർ മാത്രമാണ് ബലരാമൻ മരിച്ചത്, ബലരാമനെ സിദ്ധു കൊന്നതാണെന്നും പറയേണ്ടിയിരിക്കുന്നു, അങ്ങനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്രമതിയുടെ ഭാഗത്ത് നിന്നും ഭയങ്കരമായിട്ടുള്ള ക്രൂര വാക്കുകളാണ് നമ്മുടെ പ്രഭാവതിക്കും ദേവിക്കും നേരെ വീണുകൊണ്ടിരിക്കുന്നത്. ദേവിനോട് ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ഒറ്റൊരുത്തിയാണ് ബലരാമൻ ഈ ഒരു അവസ്ഥയിലാക്കിയതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദേവിയെ കിട്ടി നല്ല കൊട്ടു കൊടുക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ പോലീസ് വന്ന് നാട്ടുകാരുടെ മൊഴിയൊക്കെ എടുക്കുമ്പോൾ നാട്ടുകാരുടെ മൊഴിയിൽ നിന്നും നമ്മുടെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മുടെ സിദ്ധാർത്ഥൻ തന്നെയാണ് കൊലയാളി എന്നുള്ളതാട്ടോ. അപ്പൊ നമ്മുടെ പോലീസ് ഇങ്ങനെ പറയുന്നുണ്ടായി, സിദ്ധാർത്ഥൻ എവിടെയാണെങ്കിലും അയാളെ കസ്റ്റഡിയിൽ എടുക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ പോലീസ് ഇങ്ങനെ പായുവാട്ടോ. അപ്പുറത്തെ നമ്മുടെ നന്ദൻ സിദ്ധാർത്ഥൻ എവിടെയോ കൊണ്ടുവന്ന് പൂട്ടിയിടുന്നുണ്ട്. അപ്പൊ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സിദ്ധാർത്ഥന്റെ മുഖത്ത് ഭയങ്കര ഒരു പേടി കാണുകയും ചെയ്യാം. അപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. നമ്മുടെ രജനി വിവരം പറഞ്ഞ് പൊട്ടിക്കരയുന്ന രംഗങ്ങൾ ഇതിനിടയിലുണ്ട്. അങ്ങനെ ആകപ്പാടെ ശോകം സീനുകളാട്ടോ നമ്മുടെ സുഗമോ ദേവിയിൽ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ, സിദ്ധാർത്ഥൻ ഇനി ഈ ഒരു കേസിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടും, എന്തായിരിക്കും ഇതിന്റെയൊക്കെ വിധി വരാൻ പോകുന്നത്, എത്ര നാളിത് നീട്ടി ഇങ്ങനെ കൊണ്ടുപോകും അല്ലെ കൂട്ടുകാരെ. നമ്മുടെ തനുജയും അപ്പുറത്ത് കിടന്ന് ഉറഞ്ഞാടുന്നുണ്ട്. ബലരാമനെ കൊന്നതാണെങ്കിൽ സിദ്ധാർത്ഥൻ തന്നെയായിരിക്കും, അദ്ദേഹത്തെ ഒരിക്കലും വെറുതെ വിടരുതെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനെതിരെ നമ്മുടെ തനുജയും വാളെടുക്കുന്ന ഒരു രംഗങ്ങളും തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാല്ലേ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.